ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ 25-ാവിൻ്റെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ദിവസമായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നാണിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നെയ്യപ്പമാണ് കേട്ടോ ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നെയ്യപ്പത്തിന് രാവിലെ തന്നെ ഇതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നെയ്യപ്പം നമുക്ക് അടുപ്പിലങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, കുറേ ടൈം ആവില്ലേ. അപ്പം ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഗ്യാസ് മുതലാവില്ല. അപ്പോൾ അടുപ്പ് കത്തിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അടുപ്പ് കത്തിക്കാറില്ല. ഗ്യാസും കറണ്ട് അടുപ്പൊക്കെ ആയിട്ട് തന്നെയാണ് ഇങ്ങനെ പാചകമൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുപ്പില്ലേ അവിടെ, അടുപ്പ് കത്തിക്കാറില്ലേ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ അടുപ്പ് കത്തിക്കാറ്. ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ അടുപ്പ് കത്തിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വെക്കണ്ടേ, അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ നല്ല വിറകൊക്കെ ഉണ്ട് കേട്ടോ. വിറക് ഇപ്പോൾ നമ്മളവിടെ വാർപ്പ് കഴിഞ്ഞതിൻ്റെയൊക്കെ വെട്ടിപ്പൊളിച്ചതും അതിൻ്റെ ഓരോരോ പലക കഷ്ണങ്ങൾ അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. വിറക് തറവാട്ടിലുണ്ട്, പക്ഷെ അത് കൊണ്ടുവരാൻ മടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നലെ എന്തായാലും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചട്ടിയൊക്കെ ഒന്ന് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ കുറേ നേരം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ആ ചൂട് കുറേ നേരം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടോ. നെയ്ച്ചോറാകുമ്പോൾ എളുപ്പമാണല്ലോ. ആ കുക്കറിൽ 2 ഗ്ലാസ് അരി ഇട്ടാൽ നെയ്ച്ചോറ് ഇതാ പറയുമ്പോഴത്തേനാവുമല്ലോ അല്ലേ. അപ്പോൾ ചിക്കൻ ഞാനിന്ന് പൊരിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് പൊരിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രേവി പോലെ ആക്കുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പൊരിക്കുമ്പോൾ ഞാൻ ഇത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴച്ചൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഞാൻ ഒഴിച്ചത് നല്ല വലിയ ഉണ്ണിയപ്പായിട്ടു. പിന്നെ ഞാനതിന് നല്ല വലിപ്പമുള്ള കയ്യിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനതിന് അരക്കൈയിൽ വെച്ചാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ചട്ടിയൊക്കെ അതാ ചൂടായി, എണ്ണയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വേകട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഇതാട്ടോ അവിടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പൊരിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികമൊന്നും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ എന്നാൽ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഇതാ പൊരിച്ച് ഒന്ന് എടുക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ നെയ്യപ്പം എന്താ അവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കൽ നടത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നെയ്യപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ടും കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഈ സൈഡ് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ആ നെയ്യപ്പത്തിൻ്റെ ഒരു കാണാൻ ഭംഗി കേട്ടോ. പിന്നെ കാണാനും ഭംഗിയാണ്, ആ മുരുമുരുപ്പ് ഇങ്ങനെ കഴിക്കാനും രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കണം. നമ്മൾ അയൽക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അതിനാണ് ഞാൻ അധികം ഇത്രയും കുറച്ച് കൂടുതൽ തന്നെ അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവർ വിഷു ഓണം ഒക്കെ ആകുമ്പോൾ അവരുടേതായ ഓരോരോ പരിപാടിയുണ്ട്. അപ്പോൾ എന്ത് ഉണ്ടാക്കിയാലും നമ്മൾക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ നമ്മളേതായ എന്തെങ്കിലും പരിപാടി ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടേ. അപ്പോൾ കൊടുക്കാതിരുന്ന മോശമല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എപ്പോഴും എല്ലാ വർഷവും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് 25-ാവിന് മധുരം, ചിലപ്പോൾ കാലത്തപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലും. ഇപ്രാവശ്യം എന്തായാലും നെയ്യപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ചുട്ട് ഞാൻ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ ചൂടോർക്കാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവർ ഇപ്പോൾ 3 മണി 4 മണിയൊക്കെ ആ ടൈമിന് ചായ കുടിക്കില്ല. അപ്പോൾ അങ്ങോട്ട് കഴിച്ചോട്ടെ എഴുതിയിട്ട് നേരത്തെ തന്നെ ഒക്കെ എത്തിച്ചിട്ടിട്ടുണ്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചിക്കൻ കറി മീൻ കറി ഒക്കെ കണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ വെറുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഒന്നും ഞാനതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ നല്ല ചുമന്ന കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ്, കാണാനും നല്ല മൊഞ്ചാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് തരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കുള്ള നമ്മളെ
അണ്ടിയും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതാ കുറച്ച് തന്നെ കേട്ടോ തരി വെച്ചിട്ടുള്ളൂ ഓരോ ഗ്ലാസ്. അപ്പോൾ അധികം ഒന്നും ഇപ്പോൾ എല്ലാവർക്കും മതി അയക്കണം കേട്ടോ. തരിയൊക്കെ ആദ്യമൊക്കെ തുടക്കത്തിൽ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അതാ തരിക്കുള്ള കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നെയ്യപ്പം ചുള്ള കഴിഞ്ഞിരിക്കണേ, പിന്നെ അതാ കറിയുമായി എല്ലാം അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറല്ലേ, അതിപ്പോൾ ഗ്യാസിൽ വേഗം കുക്കർ വെച്ചിട്ട് എളുപ്പമുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാ തരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് ലൂസ് ഉണ്ട്, അതൊന്ന് തണുക്കുമ്പോൾ പാകത്തെ കട്ടിയാക്കി ഇട്ടിട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോഴേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പട്ട ഗ്രാമ്പു ഏലക്കായ, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ, കുറച്ച് വലിയ ജീരകം കൂടിയിട്ടും. അപ്പോൾ നെയ്ച്ചോറിൽ ഇതുപോലെ ആരും ഇടാറില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകം കൂടി ഒന്ന് മിക്സി ചതച്ചെടുത്തിട്ടൊന്ന് ഇട്ടിട്ട് ഉള്ളി വാട്ടൂല നമ്മൾ നെയ്ച്ചോറിന്, അപ്പോൾ അതിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ട് ഇതുപോലെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് വെച്ച് നോക്കി. നല്ലൊരു മണമാണ് കേട്ടോ. വെറൈറ്റി ഒരു നല്ല രസമാണ് കേട്ടോ നെയ്ച്ചോറിന് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോക്കൊണ്ട് കേട്ടോ, വെറുതെ പറയല്ല, നല്ല രസമാണ് കഴിക്കാനൊക്കെ. നല്ലൊരു മണം കിട്ടും കേട്ടോ. ഒരു ബിരിയാണീൻ്റെ ഒരു നെയ്ച്ചോറിന് വെറൈറ്റി ഒരു മണമാണ്. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും അരിയും മല്ലിയിലയും ഒക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഓവറായിട്ട് നമ്മളിപ്പോൾ എപ്പോഴും ഒന്ന് ടേസ്റ്റ് നോക്കാനില്ലല്ലോ, നോമ്പൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നോക്കണോണ്ട് നോമ്പൊന്നും മുറിയില്ല, അത് തുപ്പിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതാ നെയ്ച്ചോറിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നെയ്യപ്പമൊക്കെ ചുട്ടെടുത്ത് ഒക്കെ എല്ലാവർക്കും കൊടുത്ത് ഇത് ബാക്കി ബാലൻസ് ഉള്ളതാണ്. ഇനിയിപ്പോൾ നാരങ്ങ വെള്ളമാണ്, നാരങ്ങ വെള്ളമല്ല സോറി, മാംഗോൻ്റെ പൊടി ഇല്ലേ, ടാങ്ക് പൊടി, അത് കലക്കിയ വെള്ളമാണ് കേട്ടോ. ഒന്ന് പിന്നെ കുറച്ച് തരിയും ഇതാ നെയ്യപ്പമൊക്കെ നല്ല സൂപ്പറായിട്ടിട്ട് ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ അതാ നമുക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ തരി ഇത് അവിടെ ചൂടാറിയിട്ട് കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്കിലാണ് തരി വേണ്ടത്, ഒരുപാട് കട്ടി പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സിനായിട്ട് കുറച്ച് കുക്കുംബർ ഉണ്ട്, പിന്നെ അതുപോലെ അതാ പൈനാപ്പിളാണ്. കുക്കുംബർ ചൂടൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് തണുത്തോട്ടെ നേടിയിട്ടൊന്ന് ഞാൻ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിളും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പ് തുറക്കുള്ളത് സംഭവം ഇതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നോമ്പ് തുറ വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല, അപ്പോഴത്തേനും പെരുന്നാളാവും. നമ്മൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴല്ലേ വീഡിയോ ഇടാൻ. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ആയിട്ടാവട്ടോ വരിക. നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തീരുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നമ്മൾ കാക്കുതാ വെള്ളമൊക്കെ ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു ജഗ്ഗിൽ കലക്കിയാൽ ഞങ്ങൾക്ക് 5 പേർക്കുള്ള വെള്ളം കറക്റ്റ് ആട്ടോ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ കുറച്ച് കമ്മിയും. അപ്പോൾ മോൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് കുറവാണ്, അങ്ങനെ ഇങ്ങനെ. ഓനാണ് വലിയ നോമ്പുകാരൻ കേട്ടോ. ഞങ്ങളതിൽ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നല്ല ചിട്ടയിലിരിക്കും ആൾ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പോയി വന്ന് മോന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഓനെ ഉറങ്ങിയിരിക്കണ്. അപ്പോൾ കാക്കും മക്കളും എത്തുമ്പോൾ ചിലപ്പോൾ 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ. അപ്പോൾ അതാ കുറച്ച് ചിക്കൻ കറിയും നെയ്ച്ചോറും കുറച്ച് തൈരും പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ തീരുകയാണ്. അപ്പോൾ പറഞ്ഞത് തന്നെ പറയാമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.